എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. സ്വാസ്തികയുടെ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നമ്മൾ ഓരോരുത്തർക്കും പുതിയ വർഷങ്ങളിൽ പുതിയ പ്രതിജ്ഞകളുണ്ടാകും അല്ലേ? പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വർഷം മുതൽ അന്നുള്ള പാഠങ്ങൾ അന്നു തന്നെ പഠിച്ചു തീർക്കും. ഉഴപ്പൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കും. മുതിർന്നവർക്കാണെങ്കിൽ ഈ ഒരു വർഷം മുതൽ കുറച്ച് അടുക്കും ചിട്ടയുമൊക്കെയാണ്. ചിലവുകൾ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാം. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും ഒക്കെ ആണെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ്സ്, ഹയർ ടാർഗറ്റ്സ്, ഫ്രഷ് പ്രോഡക്ട്സ്, അങ്ങനെ പലത്. അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. പക്ഷേ ഈ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഒഴിച്ച് ബാക്കി എത്ര വിഭാഗങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒരാഴ്ചയ്ക്കപ്പുറം പാലിക്കുന്നുണ്ട്? കമ്പനികൾ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഫീൽഡിൽ അവർക്കുള്ള മാർക്കറ്റ്. ഒരു ഫുട്ബോൾ മാച്ച് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കളിക്കാർക്കും ലക്ഷ്യം ഗോൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഐ കോണ്ടാക്ട് ഗോൾ പോസ്റ്റിലേക്കായിരിക്കും. ലക്ഷ്യമുണ്ട്, പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? 2023 നമ്മൾ ഏവർക്കും വിജയപരാജയങ്ങളുടെ വർഷമായിരുന്നിരിക്കാം. പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും അപ്രതീക്ഷിത പരാജയങ്ങളും നമ്മളെല്ലാവരും നേരിട്ടിട്ടുണ്ടാവാം. ഒറ്റ പുതുപ്പിന് ലക്ഷ്യം കാണാമെന്നൊന്നും ഞാൻ പറയില്ല. പയ്യെ പയ്യെയാണ് ഓരോരുത്തർക്കും പുരോഗതി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളതേ നിലനിൽക്കുകയുമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ കഴിവുകളിലോ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലോ ആരോഗ്യം നിലനിർത്തുന്നതിലോ മനോധൈര്യം കൈവരിക്കുന്നതിലോ സാമ്പത്തിക പുരോഗതി നേടുന്നതിലോ ഒക്കെ നേട്ടങ്ങൾ കൊയ്തിട്ടില്ലേ? അതുകൊണ്ട് വരാനിരിക്കുന്ന ഓരോ സംവത്സരങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്മകളും നേട്ടങ്ങളും മധുര നൊമ്പരങ്ങളും ഒക്കെ സമ്മാനിക്കാനിരിക്കുന്നു. ഈ വരുന്ന 2024 ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും വർഷമായിരിക്കട്ടെ. സ്വാസ്തികയുടെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു.